ഹായ് ഹായ് നന്ദുസ്കൂളൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ഡാമ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഉണ്ട്. അമ്മയും അച്ഛനൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒരു പിന്നി ഷോപ്പിംഗ് പോയിട്ട് അപ്പോൾ കഴിഞ്ഞ വീട്ടിലത്തെ കരച്ചിലും പിടിച്ചിലെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു 4-5 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നാളത്തെ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛന് കുഞ്ഞെ സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല എന്ന് അവിടെ നാളെ എത്തിച്ചു നോക്കുന്നുണ്ട്. ഡ്രസ്സ് ഇട്ടുണ്ട്, സമയം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സംസാരിക്കണം. അപ്പം ഞാനും കൂടി മിണ്ടാണ്ടിരുന്ന വീഡിയോ സൈലന്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടനും അത് തന്നെ പറയുന്നത്. അവിടെ ഒരാൾ മുടി കെട്ടാൻ വേണ്ടി വന്നിട്ട് അപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മുടി കെട്ടി കൊടുക്കുക. ഇവിടേക്ക് ഇരിക്കും, നടുക്കിരിക്കും, ചേച്ചിയുടെ ഇവിടെ വന്നിരിക്കും. ഇവർക്ക് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടാണ്, അതാണ് കയറിയിരിക്കേ. അപ്പം രാവിലെ ഇന്ന് ഞാൻ നല്ല കുട്ടിയെ രാവിലെ എണിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇന്ന് അമ്മേൻ്റെ അല്ലെങ്കിൽ അമ്മേന്ന് ചീത്ത കേട്ടോണ്ടിരിക്കുക. അമ്മ ഇവിടെ വീട്ടിലുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ വിളിക്കുമ്പോഴേ പറയുള്ളൂ കുളിക്കുന്നത്. ഇന്ന് വീട്ടിലുണ്ടല്ലോ. അപ്പോൾ വീട്ടിലിരുന്ന് അമ്മ പറയും കുളിക്കുന്നത് പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയും കേട്ട് പിന്നെ തന്നെ ഞാൻ ഏട്ടനും പോയി കുളിച്ച് നല്ല സുന്ദരി കുട്ടികളായി അല്ലേ. അത് കഴിഞ്ഞ് രാവിലെ ഫുഡൊക്കെ കഴിച്ചെന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഒരു പ്രത്യേകതയുണ്ട്. 4 മാസത്തിന് ശേഷം ബിരിയാണി കഴിക്കാൻ പോവാ. 4 ബിരിയാണി അതായത് മനസ്സിലാക്കാം കുഞ്ഞിൻ്റെ ഈ ഫുഡിനോടുള്ള കുറച്ച് ഛർദിയും അറിയുന്നില്ല. എനിക്ക് ബിരിയാണി ഞാൻ 4 മാസമായിട്ട് കഴിച്ചിട്ടില്ല. ഇപ്പോഴും ഓക്കാനൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ എന്തോ ഇന്നാളെ 2 ദിവസം മുന്നല്ലേ എന്തോ ഒരു ബിരിയാണി ചാലഞ്ച് ബോർഡ് കണ്ടപ്പോഴേക്ക് ബിരിയാണി തന്നെ തോന്നി. അപ്പൊ ഇന്നലെ ഏട്ടനാണ് കേട്ടോ അമ്മോട് വിളിച്ച് പറഞ്ഞ ബിരിയാണി. ഇന്നലെ ഏട്ടനാണ് അമ്മോട് പറഞ്ഞ ബിരിയാണി വെച്ചിട്ട് ബിരിയാണി അമ്മ ഇന്നലെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു. അപ്പൊ എന്താണോ ഒരു 4 മാസത്തിന് ശേഷം ബിരിയാണി ഒക്കെ കഴിക്കാൻ തോന്നി തുടങ്ങി. ഇനി കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ബിരിയാണി. അമ്മേനെ ഇപ്പൊ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ കാണാൻ, അച്ഛനെ പേര്. ഇവര് പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടാ. കാണാനില്ലാട്ടോ കുണിക്കുന്ന മുഖം ഇവിടെ ഉണ്ട്. കുളിച്ചിട്ട് വന്നതാ. ചുള്ളനായിട്ട് ഇവിടെ ഒരുത്തനം വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങള് അല്ലേ. ഇപ്പൊ എനിക്ക് ചെറിയ ഈ തടിയൊക്കെ ഞാൻ വെക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും തുമ്മലും കാര്യങ്ങളൊക്കെ ഇട്ട് അടുത്തടുത്ത അസുഖങ്ങൾ വരുന്നുണ്ട്. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് വീഡിയോയില് കുഞ്ഞ് നല്ലോണം ക്ഷീണിച്ചല്ലോന്ന്. ക്ഷീണം നല്ലോണം ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും 5-6 കിലോ കുറഞ്ഞു. അത് നമ്മുടെ ഛർദി കാരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓക്കാനും കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പേടിയാണ്. ഛർദിച്ചു പോലും, ഛർദിക്കുമ്പോൾ വയറുവേദനയൊക്കെ വരും. അപ്പം അങ്ങനെ പേടിച്ച് ഇത്ര നാൾ കഴിക്കാൻ ഓക്കാനിക്കും. ഇപ്പോൾ ഛർദി ഉണ്ടായിരുന്നു, ഇവർ കണ്ടിട്ടില്ല അധികം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കഴിക്കാനായിട്ടുണ്ട് കുറച്ചൊക്കെ ഫുഡ്. അതുകൊണ്ട് ചെറുതായി കഴിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് ഞാൻ ഇന്നാൾ വിചാരിച്ചു വെയിറ്റ് നോക്കുമ്പോൾ ഒരു 2 കിലോനൊക്കെ കൂടി ഉണ്ടാവുന്നത്. ഒരു മാറ്റമില്ല, അത് തന്നെ ഇരിക്കുന്നുണ്ട്. വെയിറ്റ് വെക്കണം എന്ന് ആഗ്രഹിക്കണോണ്ടാണെന്നറിയില്ല. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ 4 മാസമായി. 4 മാസമുള്ളവർക്കൊക്കെ വയറ് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ വിഷമവും. എനിക്ക് മാത്രം എന്താ വയറില്ലാത്തത്. ഇന്നാള് ഞാൻ 4 മാസമുള്ള ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ചേച്ചിക്ക് നല്ല വയറുണ്ട്, എനിക്ക് മാത്രം വയറായിട്ടില്ല. ആവും അല്ല വയറാന്ന് വെച്ചാൽ ഇല്ലേന്ന് കുറച്ചൊരു മാറ്റം ജസ്റ്റ് അല്ലേ. ഇത്ര നാളെ തീരെ ഉണ്ടായില്ലേ, ഇപ്പൊ ഒരു ചെറിയൊരു മാറ്റം. പക്ഷെ വീഡിയോയിലോ അങ്ങനെ മനസ്സിലാവാറൊന്നും ആയിട്ടില്ല. പക്ഷെ ഇന്നാളെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു 4-ാം മാസം തൊട്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങും ഗർഭിണിയാവുന്ന അങ്ങനത്തെ ഡിഫറൻസ് വരെ വയറുമ്പോൾ വരും എന്ന് പറഞ്ഞു. പക്ഷെ ചീർപ്പെടുത്തിട്ടില്ല മുടിയേട്ടാന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു ചീർപ്പെടുത്തിട്ടാ. അപ്പൊ ഇപ്പൊ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്കിങ്ങനെ ഡ്രസ്സ് വെക്കുമ്പോ ചെറുതായിട്ട് വയറ് തോന്നും, അത്രേ ഉള്ളൂ അല്ലേ. ഇവിടെ മാമൻ എന്താണ് പറയാനുള്ളത്? മാമൻ കാറ്റുള്ള വന്നത്രേ. മാമന് വയ്യാട്ടോ, കുണിക്കൊക്കെ വയ്യാതിരിക്കുന്നു. എനിക്ക് മാത്രം വന്നില്ല. ഏട്ടൻ തുടങ്ങി. പിന്നെ ആർക്ക് വന്നേ? കുണുക്കനല്ലേ. പിന്നെ കുണുക്കന് വന്നു. ഏട്ടൻ്റെ അടുത്ത് നല്ല അറ്റാച്ച്മെന്റ് ഒരാൾക്ക് വന്ന്. പിന്നെ കുണിക്ക് വന്നു. ഇപ്പൊ അമ്മയ്ക്കുണ്ട്. അച്ഛനും ഞാനും മാത്രം ഒന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. വരാതിരിക്കട്ടെ. എനിക്ക് ഇന്നലെ ഒരു ചെറിയ തുമ്മലായിരുന്നു രാത്രി. തുമ്മിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ സൈമറിലേക്ക് പോകേണ്ടി വരും എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ തുമ്മുമ്പോ അത്ര നല്ലല്ലോ വയറിന്. അപ്പൊ വിചാരിച്ചു. പക്ഷെ എന്തോ ഇന്നലത്തെ രാത്രിയോടുകൂടി മാറിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തല കുളിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ. പിന്നെ നമുക്ക് ക്ലൈമറ്റിലെ എല്ലാ അസുഖങ്ങളും രാത്രിക്കാണ് കേട്ടോ കൂടുതൽ അറിയുന്നത്. ഇപ്പൊ കുണിക്കായാലും പകലൊക്കെ ആക്റ്റീവായി നടന്നാലും രാത്രി നല്ല ചുമയാന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവർക്ക് ഉറങ്ങാനുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
രാവിലെ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടാ. രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും സാമ്പാറും ചപ്പാത്തിയും ബ്രെഡൊക്കെ കഴിച്ചു. ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള എന്താ ഇനി ബിരിയാണി കുടിക്കനും മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. ബിരിയാണിക്ക് എങ്ങനെ സന്തോഷിച്ചേ ഏട്ടാ? സന്തോഷിച്ച ബിരിയാണിക്ക്? ഇവർക്കൊക്കെ പിന്നെ ഉറപ്പാണ് കഴിക്കാൻ പറ്റുന്നത്. എനിക്ക് ആ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തു കൊടുന്നിട്ട് കഴിച്ചു തുടങ്ങണ വരെ എനിക്ക് ഉറപ്പില്ല കഴിക്കാൻ പറ്റുമെന്ന്. ഇന്നലെ ഇപ്പൊ ഇവർക്ക് ബിരിയാണി വാങ്ങിയപ്പോ ആ സ്മെല്ല് എടുത്തപ്പോ എനിക്ക് അത്ര പറ്റിയില്ല. പക്ഷെ നമ്മുടെ ചിക്കൻ കറി അത്ര എനിക്ക് ഇഷ്ടമായില്ല. മൂക്കില് മഞ്ഞ വെച്ചാൽ മണക്കാണ്ടിരിക്കാനാട്ടാ കുട്ടി പറയണത്. എന്റെ അനിയത്തിന്റെ ഐഡിയകള് നല്ല കൂടുതൽ അല്ല. കുണിക്ക് ഞാൻ എന്തേലും പറയണ്ട. മേമയ്ക്ക് ഉണ്ണീരാരാ? നീ ആരാ? നീ ആരാ ഉണ്ണീരെ? മാമൻ. അതല്ല, നീ ഉണ്ണീരാരാന്ന്? മാമൻ. ഇവിടെ പെരട്ട മാമനും മേമയ്ക്കുണ്ട്. ഇവര് രാത്രി ഉമ്മയൊക്കെ തന്നിട്ടാ പോവളെ. എനിക്ക് തന്നില്ലല്ലോ. ഉണ്ണിക്ക് രാത്രി ഉമ്മയൊക്കെ കൊടുക്കും അല്ലേ? കുണിക്കാനല്ലേ രക്ഷപ്പെട്ടിട്ടിരിക്കണേ. ഞാൻ വീഡിയോ എടുക്കണേൻ്റെ ഇതിലായതുകൊണ്ട് ഞാൻ മുടി കെട്ടി കൊടുക്കാൻ മെല്ലെ മെല്ലെ ആവണോണ്ട് അവർക്ക് ട്യൂഷന് പോകണ സമയം വൈകിക്കൊണ്ടിരിക്കല്ലോ എനിക്ക്. ബിരിയാണി കഴിച്ചിട്ട് പോവാണ്ടിരിക്കാൻ പറ്റില്ല. ബിരിയാണി തന്നെയാണ്. വന്നിട്ടാണ് കഴിക്കണേ? അതല്ല കേട്ടോ, ഇവർക്ക് അവിടെ പോയിട്ട് തറവാട്ടിൽ പോയിട്ട് വിശക്കുമ്പോ ഇവിടെ തക്കാളി ചോറുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലത്തെ തക്കാളി ചോറ് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വരാനുള്ള ഉദ്ദേശമാണ്. മുടിയട്ടാ ട്യൂഷൻ വയ്ക്കാം. അപ്പൊ ട്യൂഷന് വേണ്ടി മുടിയൊക്കെ കെട്ടി വിട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ ട്യൂഷന് പോയിട്ട് വരും. ഇവിടെ അപ്പുറത്ത് തന്നെയാണ്. 2 മണിക്കൂറിനുള്ളിൽ വരും. ഞങ്ങൾക്ക് ചില സമയത്ത് തോന്നാണ്ട് അവര് പോയി അപ്പൊ തന്നെ വരണ്ട പോലെ. നമുക്ക് 2 മണിക്കൂർ പോണതൊന്നും അറിയില്ല. അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. മഴ മിഞ്ഞാന്ന് ഭയങ്കര മിഞ്ഞാന്നല്ലേ 3-ാം തീയതി ഞങ്ങള് കൊടുങ്ങല്ലൂർ പോയി വരുമ്പോ ചൂടുക്കത്തെ മഴ എന്ന് പറഞ്ഞാ വണ്ടിയുടെ എന്താ പറയാ അത്ര മഴ. വണ്ടി കണ്ണൊന്നും കാണില്ല ആൾക്കാർക്ക് പോവാൻ. ഇന്നും പോണം. ഇന്ന് പോയി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഇന്നാണ്. അതൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും പിന്നെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയേണ്ട അവസ്ഥയാണ്. പറയും ഇപ്പൊ പറയുന്നില്ല. വലിയ സുഖമില്ലാത്ത ദിവസമാട്ടാ. അപ്പൊ അത് ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൊടുങ്ങല്ലൂരൊക്കെ പോയി വരണം. ക്ഷീണുണ്ട്, എന്നാലും പോവാണ്ടിരിക്കാൻ പറ്റില്ലെന്ന്. 2 കാര്യങ്ങളുണ്ട്. ഉറക്കം കൊടുക്കാനുണ്ട്. പോണണ്ട ട്യൂഷൻ കൊണ്ടാക്കണ്ടേ? ഒറ്റയ്ക്ക് പോവോ? പേടിയുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ സംസാരിച്ചിരുന്ന നേരം പോയി. ഇനി ബാക്കി വിശേഷങ്ങളാണ് അല്ലേ? ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശക്കണില്ലേട്ടാ? ഇപ്പൊ വിശക്കണില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ കഴിച്ചോളൂ. കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ കാണാലോ ബാക്കി കാര്യങ്ങള്. നിർത്തിക്കോ. ചുമയല്ല നിർത്താൻ വീഡിയോ. അല്ലെങ്കിൽ ആൾക്കാർ ഇനി പറയുമ്പോ ഭർത്താവ് ചുമയ്ക്കാനുള്ള അവകാശം പോലും കുഞ്ഞും കൊടുക്കണില്ല എന്ന് പറയും. ചുമയല്ലാത്ത പറഞ്ഞ വീഡിയോ. എല്ലാരും എന്തിനാന്നറിയില്ല ഭാര്യമാരുടെ കുറ്റം പറയണേ. കയറി വരുന്ന പെണ്ണുങ്ങളെ കുറ്റം പറയും, ഭാര്യമാരുടെ കുറ്റം പറയും. പെണ്ണുങ്ങൾക്ക് കുറ്റമുള്ളൂ അല്ലേ? ഞാൻ ചുമ നിർത്താനല്ലാട്ടോ പറഞ്ഞ, വീഡിയോ നിർത്താനാ പറഞ്ഞ. ഗർഭിണിക്ക് കുറ്റമില്ലാത്ത കുറ്റങ്ങൾ പോട്ടെ, പറഞ്ഞു കൂടി പോയി നിർത്ത് അല്ലേ? അല്ല ഞാനൊരു കാര്യമായിട്ട് പറഞ്ഞതാ. തമാശയിട്ട് പറഞ്ഞല്ല. അത് എന്താണെന്ന് അറിയില്ല. അത് ഓരോരോ ഇതിന്റെ ആയിരിക്കുള്ളൂ. നമുക്ക് കേൾക്കേണ്ടത് നമ്മൾ തന്നെ കേൾക്കണം. അത് വലിയ വിഷയമൊന്നുമല്ല അല്ലേ? ഇപ്പൊ പിന്നെ കേട്ട് മതി. ഇപ്പൊ വലിയ വിഷയമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ നല്ല സന്തോഷം, ഉണ്ണീരെ കാര്യങ്ങള്. ഇപ്പൊ എനിക്ക് ഏട്ടനും ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഉണ്ണീരെ കുഞ്ഞു വളർച്ചകള് അല്ലേ? ഉണ്ണീരെ അനക്കങ്ങള്. ഇപ്പൊ പറയുന്നുണ്ട് ഉണ്ണി മുഖത്തോടെ ആക്ഷൻ കാണിക്കും വയറ്റിൽ ഇരുന്നിട്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞങ്ങളെ സന്തോഷം കണ്ടെത്തുന്ന സമയങ്ങളല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ
ഇപ്പോൾ മറ്റേ കേൾക്കണതൊക്കെ എന്നോട് കുറേ പേരായിട്ട് പറയണം കുഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് വായിച്ചിട്ട് നെഗറ്റീവ് മൈൻഡായിട്ട് ഇരിക്കേണ്ടപ്പോൾ പ്രഗ്നൻ്റ് അല്ല. ഞാൻ ആലോചിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ വിചാരിക്കും എൻ്റെ ഉണ്ണിക്ക് ആരോഗ്യം വേണ്ടേ, ഞാൻ എന്തിനാ വെറുതെ ആലോചിച്ചിരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഏട്ടന് വിടും. അല്ല ഏട്ടാ, ഏട്ടനും ഇപ്പം അങ്ങനെ വിടാൻ പഠിച്ചു അല്ലേ? ഓ, അപ്പം ഞാൻ അടുത്ത വിശേഷം കാണാതെ കുറേ നേരം പറയുന്നത്. ഓക്കെ, സെറ്റ്. അപ്പം അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പിട്ട. ബിരിയാണി ആയതുകൊണ്ടാണ്. സാധാരണ ഒരു 2 മണി 3 മണി ആകുമ്പോൾ വിശക്കാത്ത ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ വിശന്നു. അപ്പം അച്ഛനും അമ്മയും ഷോപ്പിൽ പോയിക്കാണ്ട് അവർ വരെ ഇരിക്കാനുള്ള സമയമില്ല. അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ഒക്കെ എടുത്ത് വെച്ച് മേശമ വയ്ക്കാം, കുണുക്കനും കുണുങ്ങിയും കൊടുക്കുക, അവർ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു. അവരോട് വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പം ഞാൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ എടുത്തില്ല. അപ്പോൾ ഏട്ടായിട്ട് പറഞ്ഞാണ് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടംപോലെ ഇട്ടോന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ ബിരിയാണി കഴിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ നാളായിട്ട് ഇപ്പോൾ കഴിക്കാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടായി. പിന്നെ കുണിക്കുമ്പോൾക്ക് പുതിയൊരു അമ്മയ്ക്ക് വേണ്ടിയുള്ള ലിപ്സ്റ്റിക്ക് വാങ്ങിയതാണ്. അപ്പോൾ അവളതൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് കാണിക്കണത്. അങ്ങനെ പിന്നെ കുണുക്കനും കുണിക്കൊക്കെ കൊടുത്തു. അപ്പോൾ കുണിക്ക് വിളമ്പോഴുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കുണുക്കൻ കഴിച്ചു തുടങ്ങി. കുണിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി കുറച്ച് നേരം എൻ്റെ കൂടെ അടുക്കളയിലൊക്കെ നിന്ന്. അപ്പോൾ ഈ ചമ്മന്തിയാണ് ഈ ബിരിയാണി സ്പെഷ്യൽ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ ബിരിയാണിക്ക് ചമ്മന്തി. അപ്പോൾ കുണുക്കനും കുണിക്കൊക്കെ കൊടുത്തിട്ട് അച്ഛനമ്മേനെയും വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കുണുക്കനും കുണിക്കൊക്കെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വേഗം വിശപ്പും പറച്ചിലൊക്കെ തുടങ്ങി. തായും അച്ഛനമ്മേനെ വെയിറ്റ് ചെയ്യാൻ നേരമൊന്നുമില്ലാന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുണുക്ക് എനിക്ക് വാരി തരുന്നൊക്കെ ഉണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ എനിക്കും തന്നു ഏട്ടനും കൊടുത്തിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവൻ്റെ കൂടുതൽ കറിയാണ്, ചോറല്ലാതെ. കുണുക്കൻ കറിയൊക്കെ കൂട്ടി നന്നായി കഴിക്കുക കേട്ടോ. അപ്പോഴേക്കും പിന്നെ അച്ഛനമ്മയൊക്കെ വന്നു. അപ്പം ഞങ്ങളും കഴിക്കായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ നമ്മൾ ഡാം ലൈഫ് തുടങ്ങിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണ വരെ ഞങ്ങൾ എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പിന്നെ വീട് എത്തിയത് എപ്പോഴാണ്? 9:30. പിന്നെ ഫുഡ് കഴിച്ച് കിടന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അമ്മ വേറെ ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയും ചോറും. ഞാൻ സത്യം പറഞ്ഞ കല്യാണത്തിന് ഇങ്ങനെ ചിക്കൻ കറിയും ചോറൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ശീലിച്ചതല്ല ചിക്കൻ കറിയും ചോറൊക്കെ കഴിക്കാൻ. ഇപ്പം ഇഷ്ടം എനിക്ക്. പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഞാൻ അതുവരെ ഇപ്പോൾ ചിക്കൻ കറി ഇത്രയും നേരം കഴിക്കണത്. പിന്നെ ഈ എന്ത് കണ്ടിട്ട് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. അല്ല, ഇത്ര വലിയ പ്ലേറ്റ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട. ഏട്ടന് വാരി കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണത്. അതുകൊണ്ടാണ് വലിയ പ്ലേറ്റ് എടുത്ത്. ഞങ്ങൾ രണ്ടാം കൂടി ഒരുമിച്ച് കഴിക്കാന്ന് വെച്ച് പ്ലേറ്റ് എടുത്താൽ പിന്നെ ഏട്ടന് കൊടുത്ത് ഏട്ടൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഇരിക്കണത്. അപ്പോൾ സലാഡും ചിക്കൻ കറി ചോറും. പിന്നെ കാലത്തെന്ന് വെച്ചാൽ എണീച്ചപ്പോൾ കുറച്ച് വൈകി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. ഏട്ടന് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ബിരിയാണി ഉണ്ടായി, അത് കഴിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ 3 മണി 4 മണിയായപ്പോൾ ചോറിനാണ്. കുണുക്കനും കുടിച്ചൊക്കെ അവർ നിർത്തിയോ? ബെസ്റ്റ് ബേക്കറിത്തെ അരി ഉണ്ടല്ലേ. ഞങ്ങൾ വൈകിയത് വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് പുറത്ത് പോകണ്ടേ. പുറത്ത് പോയി വന്നു. ഇനി ഫുഡൊക്കെ കഴിച്ച് കുണുക്കി ട്യൂഷൻ്റെ അവിടെയല്ല, അപ്പം അവിടെ പോയി കൊണ്ടുവന്നു. അങ്ങനത്തെ പരിപാടിക്കുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു അരിയുണ്ട. ഇപ്പം ഞാൻ അങ്ങനെ മധുരം കഴിക്കാൻ കുറവാണ്. വലിയ ഇഷ്ടമല്ല മധുരത്തിനോ. കേക്ക് കഴിക്കൂല. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വാങ്ങിപ്പിക്കും. കഴിക്കുന്ന ഒത്തേട്ടന. ഞാൻ കുറച്ചിടത്ത് മുറുക്കൊക്കെ എത്തി കഴിച്ചു. അങ്ങനെ കഴിക്കാറില്ല. 3 ഇത്തിരി കഴിച്ചത്. എല്ലാവരും ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. ഞാൻ ഒരു വട്ട കഴിച്ചുള്ള. എൻ്റെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. നല്ല കേക്കായിരുന്നു.
അങ്ങനെ നമ്മൾ കുണിക്കനും ട്യൂഷൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പോകാൻ കേട്ടോ. അപ്പം ഞങ്ങൾ നടക്കുകയാണ്. അപ്പം ഞാൻ എന്താ ഇപ്പുറത്തേക്ക് നിന്നേന്നൊക്കെ ഓർമ്മയില്ല. എൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ കാണാൻ ഭംഗിയെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളെ ഇങ്ങനെ നടന്നിട്ടൊക്കെ ഇപ്പോൾ ചെറുതായി ഇങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത് വീട്ടിലിരിക്കേണ്ട നടക്കാമെന്ന്. അപ്പോൾ ആ കുണിക്കൻ ട്യൂഷൻ കഴിഞ്ഞ് വേഗം ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ കുണിക്കുമ്പോൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. അവിടെ അവൾ ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയായിരുന്നു തോന്നണം. അപ്പോൾ അവനെ എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബാഗ് ശരിക്കും ഇടടാന്നൊക്കെ പറയുന്നുണ്ടായിട്ടോ. പിന്നെ കുണിക്കുമ്പോഴും വന്നു. പിന്നെ മൂപ്പര് ചോദിച്ച് നടന്നിട്ടാണോ പോണേന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ നടക്കായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നടക്കാൻ ഇവിടെ എത്തിയപ്പോഴേക്ക് വയ്യാണ്ടായി നടക്കാൻ. അപ്പം അങ്ങനെ പിന്നെ കുണിക്കും നടക്കുന്നുണ്ട്. പുല്ലായതുകൊണ്ട് ഞങ്ങൾ സൈഡിലേക്കൊക്കെ നോക്കി നടക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തി പിന്നെ വീടെത്തിയപ്പോൾ കുണുക്കൻ കഴിച്ചില്ല. കുണിക്കും ചോറും ചിക്കൻ കറിയൊക്കെ കൊടുക്കായിരുന്നു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് കുണിക്കന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കുണിക്കൻ കഴിക്കണില്ല കേട്ടോ. അപ്പോൾ കുണിക്കുമ്പോൾക്ക് വാരി കൊടുക്കണം. ഇപ്പോൾ രണ്ടാളുടെയും സ്വഭാവമാണ് വാരി കൊടുക്കുന്നതാണ് ഇഷ്ടം. തന്നെ കഴിക്കലൊക്കെ നിർത്തിക്കണു. ഇപ്പോൾ വാരി കൊടുക്കുന്നത് ഇഷ്ടം. വലിയ പിള്ളേരാകുമ്പോൾ വാരി കൊടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ഉഷാറായപ്പോൾ ഞാൻ വിചാരിച്ചു കുണിക്ക് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ചാൽ അച്ഛനമ്മയും വരുമ്പോൾ അവരുടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അച്ഛനമ്മയാണ് കഴുകാറ്. ഞാൻ ഇന്നലെ ഒന്ന് ഉഷാറായിരുന്നപ്പോൾ ഞാൻ കഴുകിയതാണ്. അത്യാവശ്യമുണ്ട് സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് ആകുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തോ ആലോചനയിലാണ് കേട്ടോ അത് കഴുകണ നേരത്ത്. അതിനായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായി. പിന്നെ ഞാൻ നേരെ പോയി കുണിക്കനും ടൈം ടേബിളൊക്കെ കുറച്ച് ഒതുക്കാനുണ്ടായി. ഫുഡൊക്കെ കഴിച്ചാൽ ശേഷമാട്ടോ രാത്രി. അപ്പോൾ ഇങ്ങനെ ഓരോ ബുക്കായി നോക്കുക. അവർക്ക് വേണമെങ്കിൽ കുറേ ബുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ ഏട്ടൻ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് നോക്കിക്കുന്നതാണ് അത് കാണുന്നത്. കുറേ ബുക്കുകളാണ്. അത്യാവശ്യം ടൈം പിടിക്കുക അവരെ ഒതുക്കാൻ. രണ്ടാളെയും ഒതുക്കി വെക്കണ്ട. അവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒതുക്കാനുള്ളതൊന്നും ആയിട്ട് തുടങ്ങിയിട്ടില്ല. ഞാൻ അതൊക്കെ പഠിപ്പിക്കണം. അപ്പം ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഒതുക്കി കൊടുക്കണം. അപ്പോൾ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഇപ്പോൾ 2 ദിവസത്തെ ഡെമോ ലൈഫായിട്ട് അല്ലേ, ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് വെച്ചിട്ട് അതിപ്പോൾ 2 ദിവസത്തെ. അപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസമാണ് അതിൻ്റെ ലാസ്റ്റ് എടുക്കണം. ഇന്നലെ ലാസ്റ്റും കാര്യങ്ങളൊന്നും പാട്ട് കിട്ടുമോ? ഇല്ല, നൈറ്റ് നീന്തിട്ടാണ് ഇന്നലെ ലാസ്റ്റ് എൻ്റെ ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ. പക്ഷെ ഇന്നലെ ഇപ്പോൾ കുണിക്ക് കുറച്ച് ഹോംവർക്കിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടായി. പിന്നെ ടൈം ടേബിൾ ഒതുക്കല് ഒക്കെ കൂടി അമ്മയ്ക്ക് കടയിൽ നിന്ന് വന്ന് ചെയ്യാനുള്ള നേരമില്ല. അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഞാനായിട്ട് ടൈം ടേബിൾ ഒതുക്കലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെയ്യാറില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പിടുത്തം കിട്ടി. അവരുടെ ബുക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലായിരുന്നു. ഇപ്പം എനിക്ക് അവരുടെ പിടുത്തം കിട്ടി ടൈം ടേബിളൊക്കെ. അപ്പോൾ ആ ബുക്ക് ഒതുക്കലിൽ ഒരു അരമണിക്കൂറാണെങ്കിൽ അവൾ കുടിക്കലും കൂടി 1 മണിക്കൂറാക്കും. ഇന്നലെ തന്നെ ഞാൻ ഒരു ബുക്ക് കാണാല്ലേ എന്ന് പറഞ്ഞതിന് അവൾ കരഞ്ഞ് പൊളിച്ചുണ്ട്. പിള്ളേരല്ല അങ്ങനെയാണ്. കുണിക്കൽ പിന്നെ കാണാലെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ സ്കൂളിലുണ്ടാവും, ഞാൻ പോയി നോക്കിക്കോളാന്നൊക്കെ അറിയാം. പക്ഷെ കുണിക്ക് അങ്ങനെയല്ല. ഇന്നലെ എന്നിട്ട് വിഷമം മാറാൻ വേണ്ടി ചേട്ടൻ്റെ മേല് കയറി എടുക്കായിരുന്നു, കരച്ചിൽ മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ചേട്ടൻ സമാധാനിപ്പിച്ചപ്പോഴാണ് അത് പോയി കെടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നലെ എൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ എണിച്ച ആളാണ്. ഇന്ന് രാവിലെ എനിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല തലവേദനയായിട്ട് എനിക്ക് ഇപ്പം ഇടയ്ക്ക് തലവേദന ഉണ്ട്. പക്ഷെ നമുക്ക് തലവേദന വന്നാലും ഇപ്പം മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അലർജിയുടെ പ്രശ്നമുണ്ട്, തലവേദന ഉണ്ട്, എന്തുണ്ടെങ്കിലും മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടുതൽ കിടന്ന് ഉറങ്ങിയിട്ടും മാറിയില്ല കേട്ടോ തലവേദന. ഇതൊന്നും ഡബിളായി ഒന്ന് സംശയം ഉറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ സൗണ്ട് നല്ല കൂടെ തലവേദന നല്ലോണം കൂടി. ഒരു എത്ര മണിക്കൂർ ഉറങ്ങി? 2-3 മണിക്കൂർ ഉറങ്ങി. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ മുന്നേ നല്ലോണം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയത് ഞാനാണ്. പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഉറക്കം കിട്ടിയിരുന്നില്ല. ഇന്ന് ഞാൻ ഒരു വിധം കിടന്ന് ഉറങ്ങി. ഏട്ടൻ ബോറടിച്ചിരിക്കുന്നു തോന്നുന്നില്ല നേരത്തെ. വീഡിയോ ഒന്നും എടുക്കാനുള്ള വയ്യായിരുന്നു. എന്ന് രാവിലെ എനിച്ചാൽ നല്ല മഹാഭാരത യുദ്ധം. ഞാൻ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുമ്പോഴേ മറ്റേ ആരൊക്കെ എൻ്റെ ഉള്ളില് പേര് എനിക്ക് കുറച്ച് പേര് ഓർമ്മയുണ്ടായി. കൃഷ്ണൻ എൻ്റെ ഇടയിൽ അമ്മ വിളിച്ചാണ് ഇന്നലത്തെ അതേ സമയം കുണിക്കനും കൊണ്ടുവരാൻ പോവാറ് ട്യൂഷന്. ഇപ്പോൾ 2 സ്ഥലത്ത് ട്യൂഷന് പോകണ കാരണം അച്ഛനമ്മയ്ക്കും അച്ഛൻ വന്ന് കടയിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ നിന്ന് ഇറക്കിയിട്ട് ട്യൂഷനിൽ ഇറക്കി കൊടുക്കും. കൊണ്ടുവരാൻ ഞങ്ങളായിട്ട് പോകണം. പിന്നെ അപ്പുറം വരണ്ടേ വെച്ചിട്ട് അവർ അടച്ച് വരുമ്പോൾ ഒരു 8:30 കൂട്ടാ. എന്തോ പറഞ്ഞു വരുന്നു മഹാഭാരത അതല്ല നമുക്ക് ഞാനിരുന്ന് ഏട്ടൻ്റെ കൂടെ കേൾക്കാറുണ്ട്. പക്ഷെ ഈ ഉറക്കത്തില്
പാണ്ഡവര് പിന്നെ ഈ എന്നിട്ട് മറ്റേ അമ്പ് ഇടണ സൗണ്ട് വീണ സൗണ്ട് ഫുള്ള് യുദ്ധല്ലേ, അതാ ഫുള്ള് ഓർക്കത്തില്ല. ലൈഫ് അങ്ങനെയാ നമ്മളുടെ. ഞാൻ ചിലപ്പോ അർജുനാണ് ഞാൻ വിചാരിക്കും. അതൊക്കെയാണ് ഞാൻ അർജുനനാണോ, കൃഷ്ണന്റെ ഡയലോഗ്, കൃഷ്ണൻ പറയണ ഓരോ അത് ഉള്ള കാര്യങ്ങളാട്ടോ, അല്ലേ, എഴുതി വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത് റിലേറ്റഡ് ആവും. ഈശ്വര ഇത് എന്നുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനുഷ്യനെ കുറിച്ച് ഉള്ളൊരു ഇത് തന്നെയാണ്. ഞാനും ഇതുവരെ അങ്ങനെ മഹാഭാരതം ഒന്നും കണ്ടിരുന്നില്ല. പക്ഷെ ഏട്ടൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്നിട്ട് ഏട്ടനതിന് മുന്നല്ലേ ഫുൾ എപ്പിസോഡ് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ചേട്ടൻ്റെ അടുത്ത് കെട്ടിപ്പിടിക്കാന്ന് വെച്ച് തിരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മഹാഭാരതം. അപ്പം ഞാൻ ഇപ്പുറത്ത് തിരിഞ്ഞെടുക്കും. സൗണ്ട് കാരണം ഉറക്കാൻ പറ്റണ്ടേ, എനിക്കിത് തലവേദന അതും കൂടി ഉണ്ടാവും. അപ്പുറത്തന്നെ കിടന്നിട്ട് ഇത്രയും സൗണ്ട് വെക്കുള്ളൂ. നല്ല രസാ. ഫുള്ളും കണ്ടു കഴിഞ്ഞാ ഇല്ലില്ല. ഇപ്പൊ ഇനി അഭിമന്യുവിനെ കൊല്ലാനുള്ള ചക്രവ്യൂഹം. ഏട്ടൻ ഇങ്ങനത്തെ ഈ മഹാഭാരതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏട്ടൻ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരുന്ന് കാണൂട്ടാ. നമ്മുടെ എന്തെന്നില്ല കറക്റ്റ്. ഞാനൊന്നും അങ്ങനെയല്ല, ചിലപ്പോൾ എന്തെങ്കിലും കാരണം വന്നാൽ മാറിപ്പോവും ഏട്ടൻ. പക്ഷെ പിന്നെയും അതെന്നെ എടുത്ത് കാണാനുള്ളൊരു ഇതുണ്ട്. ഞാനിപ്പോ കുഞ്ഞു സീരിയലൊക്കെ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റിലേറ്റഡ് ആ ജീവിതം അല്ലേ, റിലേറ്റഡ് ആയിട്ടുള്ള പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കണത്. പണ്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്റ്റോറി. അങ്ങനെ തന്നെയാണ്. അതിൽ ശകുനി ഉണ്ടാവും, ഇതിൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ശകുനികൾ വേറെ ആയിട്ടുണ്ടാവും. പോലെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലൊക്കെ ശകുനികളായിട്ട് കയറി വരാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. അപ്പൊ മഹാഭാരതം തന്നെയാണ് ഇപ്പോഴും ലൈഫ്. മഹാഭാരതം പോലെ തന്നെ ഞാൻ അത് ആലോചിക്കായിരുന്നു. എന്റെ പെട്ടി കറക്റ്റ് ആയിട്ട് ഓരോന്നിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, ചതികളും വഞ്ചനകളും സ്നേഹങ്ങളും അടുപ്പങ്ങളും ഒക്കെ അല്ലാണ്ട് ഇഷ്ടായി. അപ്പൊ മഹാഭാരതം ഇടയ്ക്കിടയ്ക്ക് കണ്ടാണ് ഞാൻ. എന്തെങ്കിലും പേര് മറന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പേരുകളല്ലേ, ചില പേരുകളൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇടയ്ക്ക് ഏട്ടൻ കുട്ടിക്ക് പേര് മഹാഭാരതം എടുത്തോണ്ട് വരാറുണ്ട്. ഞാനൊക്കെ ഓടിപ്പിക്കാറുണ്ട് ചില പേരുകള്. ഇന്നാള് കുട്ടിക്ക് അതല്ല, നാളെ കുട്ടിക്ക് കൊടുക്കുന്ന പേര് എന്തായിരുന്നു, ഭാര്യയുടെ പേര് അവരുടെ എന്നിട്ട് ഇത് ദ്രൗപദി. ആ പേരും കൊണ്ടുവന്നു. കുട്ടികൾ ആൾക്കാർ കളിയാക്കും 5 ഭാര്യ എന്നുള്ള ഇതിലാണ് അത് കാണിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾക്ക് കാണിക്കുന്നുണ്ട് വേറെ കാര്യങ്ങള്. അത് ഒരു വേറൊരു തീരുമാനത്തിൽ അവരിങ്ങനെ എടുത്തതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഇടുമ്പോ പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ അഭിമന്യു നല്ല പേരാട്ടോ. പക്ഷെ അഭിമന്യു പക്ഷെ കുറേ നാളുകളായിട്ടുള്ള പേരായോണ്ട്. പക്ഷെ നമ്മൾ ആൺകുട്ടിക്കുള്ള പേര് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു വെറൈറ്റി പേര് കിട്ടിയിട്ടുണ്ട്. മഹാഭാരതമായി മഹാഭാരതം ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇപ്പൊ കൃഷ്ണന്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ പെൺകുട്ടിക്കുള്ള പേര് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വീട്ടില് വിളിക്കാൻ പെൺകുട്ടി കിട്ടിയിട്ടുണ്ട്, ആൺകുട്ടി കിട്ടിയിട്ടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആൺകുട്ടീനെ ചിന്തിച്ചിട്ടല്ല. ഏട്ടൻ പണ്ടോട്ട് എപ്പോഴും കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഏട്ടൻ പറയാം ആൺകുട്ടിയാണെങ്കിൽ ഈ പേരുണ്ടെന്ന്. പിന്നെ ഏട്ടൻ്റെ കുട്ടിയല്ലേ, നമ്മൾ തടസ്സം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എല്ലാ പേരിട്ടോ പറയാൻ ഇഷ്ടമുള്ളത്. നല്ല പേരുകളൊക്കെയാണ് ഞാൻ യോജിക്കാറുണ്ട് ഇല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കോള് വന്നപ്പോ കട്ട് ചെയ്താണ് കേട്ടോ. ഒരാളിവിടെ അല്ല, എനിക്കിപ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാ കെടുക്കാന്. എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഏട്ടന്റെ മേൽ കാലും കൈയൊക്കെ ഇട്ട് കിടന്നത്. ഇപ്പൊ അങ്ങനെ ഒന്നും കിടക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡ് അല്ല, നമ്മളോട് ഇങ്ങനെ പറയണം. ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടിട്ട് 4-ാം മാസം തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ റൈറ്റ് സൈഡ് ഞാനൊക്കെ കിടക്കും. പക്ഷെ നേരെ കിടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതത്തിലേക്ക് ആഗ്രഹം ഇല്ലാത്തൊരു സംഭവമായിരുന്നു നേരെ കിടക്കാൻ. ഏട്ടൻ ഇടയ്ക്ക് പറയും കുഞ്ഞൊന്ന് നേരെ കിടക്കുന്നത്. പക്ഷെ എനിക്ക് അപ്പോൾ ചെരിഞ്ഞെടുക്കാനായിരുന്നു. ഇപ്പം ഏറ്റവും ആഗ്രഹം നേരെ കിടക്കാനാ. അത് ഞാൻ പറയാം. കാരണം വേറെ ഒന്നും കേട്ടോ, എനിക്ക് കാല് വേദന, ചെരിഞ്ഞിടുന്ന് വരുന്ന കാലിന് ഒരു വേദന വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു ഇപ്പം ഏട്ടൻ്റെ കാല് അല്ല തിരിയണതുകൊണ്ടല്ല, തിരിയുമ്പോൾ ശ്രദ്ധിച്ച് തിരിയാൻ പറയുന്ന കാരണം നമുക്ക് ഉണർവ് വരും. നേരെ കിടക്കാൻ പാടാത്തതുകൊണ്ട് നമുക്ക് ഉണർവ് വരും. അപ്പൊ പിന്നെ ഉറക്കം പിടിച്ചു വരണം. അങ്ങനത്തെ ഇതാ. അതിപ്പോ ഓക്കെ വരും. ഒരു 3-4 മാസം നമ്മളിപ്പോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായി വരും. പിന്നെ അതിൻ്റെതായ സാധനങ്ങളൊക്കെ ഇനി വാങ്ങണം, കിടക്കാനുള്ളതൊക്കെ ഞാൻ പറയണ്ട. വാങ്ങണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. വിയർത്തൊലിച്ചില്ലേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എനിക്ക് നല്ലൊരു ഡേ ലൈഫ് എടുക്കണം. ഞാൻ എടുക്കും ഫുള്ളായിട്ട് വാട്ടേറ്റിൻ്റെ ഒക്കെ കൂടിയിട്ട്. ഇപ്പൊ നമ്മൾ ഉണ്ണീനെ കൊണ്ടുവരാൻ പോണം, അല്ലെങ്കിൽ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടാ. സമയം ഇപ്പൊ ഒരു 5:30-6 മണിയല്ലേ, 5:30-6 മണിയായിട്ടാ പാട്ട്. അയ്യോ, ഒരു കാര്യം പറയാണ്ടായിട്ട് എന്നാലും എന്നോട് ഒരാൾ ചോദിച്ചാൽ എത്ര വെയിറ്റ് എന്ന്. ഞാൻ 41 കിലോനുള്ള കേട്ടാ. അല്ലെങ്കിൽ വെയിറ്റ് പറഞ്ഞില്ല എന്ന് വേണ്ട, 41 കിലോനുള്ളപ്പോൾ തടി കുറഞ്ഞു. ഇനി കൂടണം. ഇപ്പൊ മാറി ഉണ്ടാവില്ല ചിലപ്പോൾ 2 കിലോ.
ഏട്ടനെ ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കുന്നത് ഈ കാര്യത്തില് വെയിറ്റ് വെക്കാത്തതിന്. എന്ത് ചെയ്യാ, പറയണ പോലെ അല്ല, ഛർദിക്കാൻ വരുമ്പോ നമുക്ക് ഇഷ്ടത്തിന് തിന്നാൻ പറ്റുക. ഒരു കമന്റ് റിപ്ലൈ കൊടുക്കാൻ മടിയായോണ്ടായിട്ട് ഞാൻ കമന്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ കണ്ട നേരത്തെ എന്തോ ഒരു കാര്യം ചെയ്യണ നേരത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അപ്പൊ അതാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.